ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുരിശിൽ ഈശോ നമുക്ക് ഓരോരുത്തർക്കും സകല മനുഷ്യർക്കും വേണ്ടി ചിന്തിയ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ചുമുള്ള ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ജീവദായകമായ യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചത്. ഇന്ന് പാപമോചകമായ യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. റോമാക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: പാപത്തിൻ്റെ വേതനം മരണമാണ്. ഒരു വ്യക്തി ചെയ്യുന്ന പാപം ആദ്യമേ ദൈവത്തിനെതിരായും പിന്നീട് മറ്റു മനുഷ്യർക്കും താൻ ജീവിക്കുന്ന സമൂഹത്തിനും ഈ പ്രകൃതിക്കുമെതിരും ഒടുവിൽ തനിക്ക് തന്നെയും എതിരായി ചെയ്യുന്ന ദൈവിക നിയമങ്ങളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ്. നമുക്കറിയാം, ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ദൈവിക ജീവൻ നിത്യമായി സ്വന്തമാക്കുക എന്നുള്ള ദൈവിക പദ്ധതിയോടെയാണ്. പാപം ചെയ്യുന്ന വ്യക്തി തന്നെക്കുറിച്ചുള്ള ഈ ദൈവിക പദ്ധതിയെ നിരസിക്കുകയും തന്നോടുള്ള ദൈവസ്നേഹം വിസ്മരിച്ച് നാശത്തിൻ്റെയും മരണത്തിൻ്റെയും വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, വഴിയിൽ നിന്നിറങ്ങുന്ന വാഹനം മുന്നോട്ട് പോകാൻ ക്ലേശിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിനെതിരായും മനുഷ്യർക്കെതിരായും ഈ പ്രകൃതിക്കും തനിക്കെതിരായും നാം ചെയ്യുന്ന ഓരോ പാപവും വലിയ ഭാരം നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ തൻ്റെ സഹോദരനായ ആബേലിനെ കൊന്ന കായനോട് കായനെ ദൈവം ശിക്ഷിക്കുമ്പോൾ കായൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്: എനിക്ക് വഹിക്കാവുന്നതിലും അധികമാണ് ഈ ശിക്ഷ. കായൻ്റെയും ആബേലിൻ്റെയും ബലികൾ ദൈവം വ്യത്യസ്ത കാഴ്ചപ്പാടുകളോട് നോക്കിക്കാണുന്നതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകപ്പെടുക. വിശ്വാസത്തിൽ ശ്രേഷ്ഠമായ ബലി അർപ്പിച്ച ആബേലിൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടു. കായനാകട്ടെ തൻ്റെ വിളവിലൊരു ഭാഗം മാത്രം ദൈവത്തിൽ വിശ്വാസമില്ലാതെ അർപ്പിച്ചതിനാൽ അത് തിരസ്കരിക്കപ്പെട്ടു എന്നാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വ്യാഖ്യാനിക്കുക. ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ നിരർത്ഥകമായ ധാന്യബലിയും സ്വീകരിക്കപ്പെടുന്ന മൃഗബലിയെക്കുറിച്ചുമുള്ള വിവരണമാണ് ഇതെന്ന് സൂചിപ്പിക്കാറുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: രക്തം ചിന്താതെ പാപമോചനമില്ല. അതിൻ്റെ മുൻകാല വ്യാഖ്യാനം ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് പാപമോചനത്തിനു വേണ്ടി ബലിപീഠത്തിന്മേൽ പരിഹാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകിയിരിക്കുന്നു. രക്തത്തിൽ ജീവനുള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമ പുസ്തകങ്ങളിൽ ഓരോ മനുഷ്യനും ചെയ്യുന്ന പാപത്തിന് പരിഹാരമായി മൃഗങ്ങളെ ബലിയർപ്പിക്കുക അല്ലെങ്കിൽ മൃഗങ്ങളുടെ രക്തം ചിന്തുക എന്നുള്ള കാഴ്ചപ്പാട് കാണാനായിട്ട് സാധിക്കും. കാളക്കിടാങ്ങളുടെയും കോലാടുകളുടെയും ബലിയർപ്പണത്തെക്കുറിച്ചുള്ള ബലിയർപ്പിക്കേണ്ടതിനെക്കുറിച്ചുള്ള നിരവധി വിവരണങ്ങൾ ലേവ്യരുടെയും സംഖ്യയുടെയും നിയമാവർത്തന പുസ്തകങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പഴയ നിയമത്തിൽ ഈ ബലി നിരർത്ഥകമായി തീർന്നു എന്ന് ശ്ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അർപ്പിക്കുന്നവൻ്റെ 9-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുക. അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കാത്ത ആണ്ടുതോറും അർപ്പിക്കപ്പെടുന്ന ബലിയർപ്പണം. തൻ്റേതല്ലാത്ത രക്തവുമായി പ്രധാന പുരോഹിതൻ അതിവിശുദ്ധത്തിൽ പ്രവേശിച്ച് ആണ്ടുതോറും ഈ കാര്യം ആവർത്തിക്കുന്നു. ഇത് അർപ്പിക്കുന്നവൻ്റെയോ അല്ലെങ്കിൽ ആർക്കു വേണ്ടി അർപ്പിക്കുന്നുവോ അവരുടെയോ പാപത്തെ സമ്പൂർണ്ണമായി തുടച്ചു നീക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അത് എല്ലാ വർഷവും ആവർത്തിക്കുന്നത് എന്ന് ശ്ലീഹ പ്രസ്താവിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി യേശുവിൻ്റെ രക്തം കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ക്രിസ്തു പ്രത്യക്ഷനായെന്നും അവൻ ഒരേ ഒരു പ്രാവശ്യം കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിക്കുകയും സകല മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തുകയും ചെയ്തു എന്ന് ശ്ലീഹ പ്രസ്താവിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ
യേശുവിൻ്റെ രക്തം സകല പാപക്കറകളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ പ്രസ്താവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ, നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാനിത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും, നിങ്ങളുടെ പാപങ്ങൾ രക്തവർണ്ണമെങ്കിലും അവ കമ്പിളി പോലെ വെളുക്കും എന്നുള്ളൊരു വാഗ്ദാനമുണ്ട്. പഴയ നിയമ ബലിയർപ്പണങ്ങൾ നടക്കുന്ന സമയത്ത് യെശയ്യാപ്രവാചകനിലൂടെ ദൈവം ഈ വാഗ്ദാനം നൽകുന്നത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ, അല്ലെങ്കിൽ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ക്രിസ്തു തൻ്റെ രക്തം ചിന്തി ബലിയർപ്പിക്കുന്നതിലൂടെ പൂർത്തിയാകുന്നതിനെക്കുറിച്ചാണ് യെശയ്യാപ്രവാചകൻ പ്രവചിക്കുന്നത്. ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ തൻ്റെ രക്തം ചിന്തി ജീവൻ ബലിയർപ്പിച്ച യേശുവിൻ്റെ സ്നേഹം സകല പാപക്കറകളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന പാപഭാരത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ചുള്ള ധ്യാനം, അവിടുത്തെ രക്തമണിഞ്ഞ കുരിശിൻ്റെ വഴിയിലൂടെയുള്ള പ്രാർത്ഥനകൾ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ഒത്തിരി സഹായകമാണ്. പാപത്തിൻ്റെ ഭാരം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ ആത്മാവും മനസ്സും ശരീരവും കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.